പുതുകാല രാഷ്ട്രീയത്തിൽ നവമാധ്യമങ്ങൾ ഏറ്റവും വലിയ പ്രചാരണ രംഗമാകുന്ന സാഹചര്യത്തിൽ ഓരോ പാർട്ടിക്കും തങ്ങൾക്കനുകൂലമായ പ്രസംഗങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിൽ പ്രത്യേക മിടുക്ക് തന്നെയാണിപ്പോൾ. ഒരു പാർട്ടിക്ക് അനുകൂലമായി ഏതെങ്കിലും വേദിയിൽ വെച്ച് അല്പം അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരാൾ പ്രസംഗിച്ചാൽ അതിനെ എടുത്ത് നവമാധ്യമ പേജുകളിൽ പ്രചരിപ്പിക്കുകയും എതിരാളികൾക്കെതിരെ ഉപയോഗിക്കുകയും ചെയ്യുക എന്നത് ഇപ്പോൾ പുതുമയല്ല. അങ്ങനെ CPMന്റെ സൈബർ മേഖലയ്ക്ക് ഈ അടുത്ത കാലത്ത് വീണുകിട്ടിയ താരമാണ് ഗായത്രി വർഷ. നടിയായ ഗായത്രിക്കിപ്പോൾ സിനിമയേക്കാൾ തിരക്ക് പ്രസംഗങ്ങളിലാണ്. ഒറ്റ പ്രസംഗത്തിലൂടെ വൈറലായ ഗായത്രിയെ CPM അവരുടെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലുകളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയോ ദളിത് ജീവിതങ്ങളുടെയോ കഥ പറയാൻ ബോധപൂർവം തയ്യാറാകുന്നില്ലെന്ന ഒരു പ്രസംഗത്തിലെ പരാമർശമാണ് ഗായത്രിയെ പോപ്പുലറാക്കിയത്. സീരിയലുകളിലൂടെ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നത് ഒരു ട്രയാങ്കിളാണെന്നും അദാനിയും അംബാനിയും ടാറ്റയും അടങ്ങുന്ന കോർപ്പറേറ്റുകളാണ് ആ ട്രയാങ്കിളിന്റെ ഒരു കോണെന്നും മറ്റു 2 കോണുകളെ ബന്ധിപ്പിക്കുന്ന ബേസ് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നുമായിരുന്നു ഗായത്രിയുടെ പ്രസംഗം. ഈ പ്രസംഗം വൈറലായതോടെ കടുത്ത സൈബർ ആക്രമണത്തിനും ഗായത്രി ഇരയായി. ഈ സൈബർ അധിക്ഷേപങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ളതും ഗായത്രി അഭിനയിച്ച ഒരു സിനിമയിലെ കഥാപാത്രവുമായി താരതമ്യം ചെയ്തുള്ളതുമായിരുന്നു. ഇതോടെ CPM കേന്ദ്രങ്ങളുടെ വലിയ പിന്തുണ ഗായത്രി വർഷയ്ക്ക് ലഭിച്ചു. CPM സാംസ്കാരിക സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ ഐക്യദാർഢ്യവുമായി ആ സംഘടന തന്നെ നേരിട്ട് രംഗത്തു വന്നു. സിനിമയിൽ അത്ര സജീവമല്ലാത്ത ഗായത്രിയെ പിന്നീട് തുടർച്ചയായി മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രസംഗവേദികളിലാണ്. CPMന്റെയും അനുബന്ധ സംഘടനകളുടെയും പരിപാടികളിൽ കേരളം മുഴുവൻ ഓടിയെത്തി പ്രസംഗിക്കുകയാണിപ്പോൾ ഗായത്രി വർഷ. അതിനിടെ സിനിമാ രംഗത്തു തന്നെയുള്ള ചിലർ ഗായത്രിക്കെതിരെ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നെങ്കിലും അതൊന്നും ഗൗനിക്കപ്പെട്ടില്ല. പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചിട്ടയോടെ പറയുന്നു എന്നതാണ് ഗായത്രി വർഷയുടെ പ്രസംഗത്തിന്റെ പ്രത്യേകത. ആവശ്യമായ ഡാറ്റകൾ സഹിതമാണ് പ്രസംഗം എന്നതിനാൽ കാടടച്ചുള്ള ശൈലിയിലേക്ക് പോകുന്നുമില്ല എന്നു മാത്രമല്ല, ഏതു വേദിയെയും അഭിമുഖീകരിക്കാൻ അവർക്ക് പ്രയാസവുമില്ല. സിനിമാ രംഗത്തെ അപൂർവം ചിലരൊഴിച്ചാൽ രാഷ്ട്രീയം പോയിട്ട് ഒരു പൊതുവിഷയത്തിൽ നിലപാട് പറയാൻ തയ്യാറാവാത്തവരും അതല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ ധാരണയില്ലാത്തവരുമായി മാറുന്നവരാണ് ഭൂരിഭാഗവും. അവിടെയാണ് തനിക്ക് ആഭിമുഖ്യമുള്ള രാഷ്ട്രീയം ഇന്നതാണ് എന്ന് വെളിപ്പെടുത്തി വേദിയിൽ നിന്ന് വേദികളിലേക്കുള്ള യാത്രയിലും നിലപാടുകളെ കൈവിടാതെ ഗായത്രി വർഷ ശ്രദ്ധേയയാകുന്നത്.